ഈ പിക്ചർ ഇതെടുത്ത സ്ഥലത്ത് നമ്മൾ പോവും. ഇത് പാനിപ്പൂരി കണ്ടില്ലേ അത്? ഓക്കെ. റോങ് മെസ്സേജ് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കരുത്. അതന്നെ, സൊസൈറ്റിക്ക് കൊടുക്കരുത്. പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ ചോദിക്കണം കേട്ടോ, ചോദിച്ചിട്ട് എടുക്കാം. ഒന്നും ഭംഗിയില്ലാത്ത ഒന്നുമില്ല ഇവിടെ, എല്ലാം ഭംഗിയുള്ളതാണ്. വല്ലതും ഓർഡർ ചെയ്താൽ കൊല്ലും ഞാൻ. അതിന് കഴിക്കേണ്ടതായ രീതികളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഡേ 3 നമ്മളിത് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ബഡി ഇവിടെ നിൽപ്പുണ്ട്. ഗുഡ് മോർണിംഗ്. ചക്കര നല്ല സുന്ദര കുട്ടന്മാർ ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. So we can't come back again, right? Okay, you come again, you'll pay extra money. ഓക്കെ, നമുക്ക് എല്ലാ സമയത്തും ഇറങ്ങാം. നമ്മൾ റൂം വെക്കിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നേരെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ അവിടെ നേരെ എയർപോർട്ടിലേക്ക് പോകും. അവിടെ നിന്ന് രാത്രി 1 മണിക്കാണ് അത്ര നേരം. ഫുൾ കറങ്ങാൻ ആവശ്യം പോലെ ടൈമുണ്ട്. സോ ലെറ്റ്സ് ഗോ. ബൈ. ഈ പിക്ചർ ഇതെടുത്ത സ്ഥലത്ത് നമ്മൾ പോവും. നമ്മളിവിടെ പോയിട്ടൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാം നല്ല രസമുണ്ട് കാണാൻ. സോ വി ആർ പ്ലാനിങ് ടു ഗോ ഹിയർ ആൻഡ് ടേക്ക് ദ സെയിം പിക്ചർ, എക്സാക്ട്ലി ദ സെയിം പിക്ചർ നമ്മൾ എടുക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ അടിച്ച ഹോട്ടൽ ഓറിയം ഹോട്ടൽ ബാക്കു. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ ആയിരുന്നത്. നല്ല റൂമായിരുന്നു. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും ഫുഡും എല്ലാം അത്യാവശ്യം നല്ലതാണ്. വണ്ടി റെഡിയാണ്, നമ്മളും റെഡിയാണ്. അപ്പം നമ്മൾ വിടല്ലേ? വിടാണ്. ഓക്കെ, നമ്മളുടെ ലഞ്ച് ടൈമാണ്. നല്ലൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ, റിച്ച് റെസ്റ്റോറൻ്റ് ആണ്. ബില്ലെത്രയൊന്നും അറിയില്ല, പോയി കഴിച്ചു നോക്കാം. ആപ്പിളും മുന്തിരിയൊക്കെ. അതെ, ഇതൊക്കെ പ്ലാസ്റ്റിക്കാടാ. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇത്രയും കുറച്ച് റിച്ച് ആക്കിയതാണെന്ന് പറഞ്ഞൂടാ. എന്താ പറയട്ടെ, നമ്മൾ ഓർഡർ ചെയ്യാൻ പോണേ? മെനു ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓർഡർ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഫോട്ടോ കണ്ടിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. ഇത് പാനിപ്പൂരി കണ്ടില്ലേ അത്? അല്ലേ, മസാൽപൂരി. എടുത്ത് പറയണടാ, മഷ്റൂം വേണ്ടെന്നുള്ള കാര്യം. മഷ്റൂമിന് എന്താ പ്രശ്നം? നല്ലതല്ലേ? കബാബ് വേണോ? കബാബ് പറയാം. Okay. What is the white thing? No mushroom, right? No mushroom. Okay. Pepsi, cola, big bottle. വീണ്ടും കറങ്ങി തിരിഞ്ഞ് റൈസ് വന്നു ഗൈസ്. How is it? No, good. അപ്പം നമ്മളവിടെ അവരെ പറ്റിച്ചാണ് ഗൈസ്. Can you give me a spoon? കൊള്ളാം. എന്തായിരുന്നു? കെബാബോ? കബാബല്ല, പേരറിയില്ല. ഇതും കൊള്ളാം അല്ലേ? ഫോട്ടോ കണ്ടു ഓർഡർ ചെയ്താൽ കൊള്ളാം, സാധനം കൊള്ളാം. What's its name? No, its name. This is lahmacun. ഇതെങ്ങനെ കഴിക്കണം നമുക്കറിയില്ല, അതുകൊണ്ട് പുള്ളി നമുക്ക് സെറ്റ് ചെയ്ത് തരിക കേട്ടോ. നാരങ്ങ പിഴിഞ്ഞിട്ട് എന്താണ് സ്പൈസിയോ സോൾട്ടോ അത് മിക്സ് ചെയ്തിട്ട് റോൾ ചെയ്ത് കഴിക്കാം അല്ലേ? കഴിച്ചു. ഗുഡ് ഫുഡ്. ഇതെന്താ ബാക്കി വെച്ചാ പറയട്ടാ? ബണ്ണ് ടേബിൾ മാനേഴ്സാ? അതാണ് ബണ്ണ് ബാക്കി വെച്ചത്. ടേബിൾ മാനേഴ്സിൽ ഫുഡ് ബാക്കി വയ്ക്കുക എന്ന് പറയുന്നത് വെരി ബാഡ്. ഞാൻ പറഞ്ഞത് വെക്കാൻ പാടില്ല. അത് കഴിക്കുന്നത് വരെ ഈ വീഡിയോ ഓഫ് ചെയ്യുന്നതല്ല. അങ്ങനെയല്ല, ഫുഡ് മാനേഴ്സിന്റെ പേരിൽ ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. തത്വങ്ങളൊക്കെ ഓക്കെ, പക്ഷെ ഫുഡ് കഴിക്കണം. അതൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റാത്തവൻ ബാക്കി വയ്ക്കാം, പക്ഷെ ഒരിക്കലും മാനേഴ്സിന്റെ പേര് ബാക്കി വയ്ക്കരുത്. ചെറിയ വെറുതെ ഷോയ്ക്ക് വേണ്ടിട്ട് ഫുഡ് ബാക്കി റോങ് മെസ്സേജ് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കരുത്. ഡ്രൈവർ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഓൾഡ് ബാക്കു സിറ്റിയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. പുള്ളിക്കാരൻ നമ്മളോട് കണ്ടിട്ട് പറഞ്ഞു 2 മണിക്കൂർ നിങ്ങൾക്ക് ബാക്കു സിറ്റി ഇറങ്ങാം, പിന്നെ അപ്പുറത്തെ 2 മണിക്കൂർ. വൈകുന്നേരം 6 മണിയാകുമ്പോൾ പുള്ളി എവിടെയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തത് അവിടെ കൊണ്ട് നമ്മൾ ഇറക്കും. സോ അതുവരെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ എവിടെയാണെന്ന് വെച്ചാൽ കറങ്ങി കിടന്ന് ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുക്കാം.
അപ്പോൾ എങ്ങനെ തുടങ്ങണമെന്നോ എവിടെ തുടങ്ങണമെന്നോ അറിയില്ല. ഭംഗിയുള്ള സ്ഥലങ്ങൾ നോക്കി നമ്മൾ നടക്കാൻ പോകുക. ആ ഓക്കെ, വീടാണോ ഇത്? നമ്മളിപ്പോൾ ബാക്കു, ഓൾഡ് ബാക്കു സിറ്റിയുടെ അകത്താണ് നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി പണ്ടത്തെ സിറ്റിയാണ്. ഇവർ ഇവിടുത്തെ ഗവൺമെൻറ് ഒന്നും ടച്ച് ചെയ്യാത്ത, ഒന്നും ചെയ്യാതെ, അതായത് ഇവർ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവർ അതുപോലെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊരു ബോർഡർ കൊടുത്തിട്ട് ഇതിൻ്റെ ഈ രാജ്യത്തിൻ്റെ ബോർഡറിൻ്റെ ഇവിടെ ഒരു മിനിയേച്ചർ ഫോം ഉണ്ട്. ഈ ഓൾഡ് സിറ്റിയുടെ ഒരു മിനിയേച്ചർ ഫോം ഇവിടെ ഉണ്ട്, അത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊരു ബോർഡർ പോലെ ഉണ്ട്. ആ ബോർഡറിൻ്റെ പുറത്തോട്ട് മാത്രമേ ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ഈവൻ മെട്രോ അടക്കം അവർ ഇതിന് പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത്. അതായത് ഈ താഴെ കാണുന്ന ഈ കല്ലുകൾ പോലും ഇത് പണ്ട് ചെയ്തതാണ്. ഇതൊന്നും അവർ മോഡിഫൈ ചെയ്തിട്ടില്ല. അവിടെ പോയതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഇവിടെ ഉണ്ടല്ലേ. ആ പിക്ചർ അവർ എവിടെ നിന്ന് എടുത്തിക്കണേ? ഇനി ഐഡിയ, നമ്മുടെ ഈ ഫ്ലെയിം ടവർ കണ്ടോ? നമ്മളൊരു പിക്ചർ എടുത്ത് വെച്ചിട്ടില്ല, അത് എവിടെ നിന്ന് കണ്ടുപിടിക്കണമല്ലോ. നമ്മളാ ഓൾഡ് സിറ്റിക്കകത്ത് നമ്മളാ കണ്ട ഫോട്ടോ എവിടെ നിന്നാണ് എടുത്തതെന്ന് തപ്പിയുള്ള നടത്തമാണ്. കിട്ടി ഗായ്സ്, നമ്മൾ തപ്പി നടന്ന ആ ഒരു സ്ഥലം കിട്ടി. ദേ എൻ്റെ പുറകെ കാണുന്നുണ്ടോ? ഇതാണ് ആ പ്ലേസ്. ഇവിടെ നിന്ന് ആ ഒരു ഷോട്ട് എങ്ങനെ എടുക്കാം എന്ന് ഇപ്പോൾ നോക്കാം. ദേ ഇത് കണ്ടോ, ഇതാണ് ആ വ്യൂ. നമ്മൾ കണ്ട ഫോട്ടോയിൽ ചെറിയ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആക്ച്വലി കുറേ മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഈ ബിൽഡിംഗ് സെയിമാണ്, ഇത് അല്ല. ഇത് വന്നിട്ട് ഇവിടെ കുറച്ച് വേറെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് തോന്നുന്നു പൊളിച്ചിട്ട് അഡീഷണൽ വെച്ചാൻ തോന്നുന്നത്. എന്തായാലും ഇതന്നെ സംഭവം. ഫോട്ടോസ് എടുക്കാനൊക്കെ നമുക്ക് ചോദിക്കാം അവരോട്, ചോദിക്കാം. പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ ചോദിക്കണം കേട്ടോ, ചോദിച്ചിട്ടെടുക്കാം. ചോദിക്കാൻ എടുക്കുന്നത് മോശമാണ്. നമ്മൾ മറ്റേ അവിടെ പോയപ്പോൾ, ഇവിടെ ഫ്ലൈൻ മൗണ്ടനിൽ പോയപ്പോൾ കുറേ സാധനം മേടിച്ചില്ലേ. ആക്ച്വലി ആരെങ്കിലും അവിടെ പോകണമെങ്കിൽ അവിടെ നിന്നൊന്നും മേടിക്കരുത് അസർബൈജാൻ്റെ മൊമെൻറ്റുമായിട്ട്. കാരണം നമുക്ക് ഇവിടെ ഓൾഡ് സിറ്റിയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, കുറേ കൂടെ നല്ല ഒരുപാട് സെലക്ഷൻ ഉണ്ട്. അവിടെ സെലക്ഷൻ കുറവാണ്. നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് എന്തെങ്കിലും മേടിക്കണമെന്നൊക്കെ കരുതി നമ്മൾ മേടിച്ചതാണ്. പക്ഷേ അത് ഇവിടെ വന്ന് മേടിക്കായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഇനിയും മേടിച്ചാലേ ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. സോ നമ്മളത് മേടിക്കില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓൾഡ് സിറ്റിയിൽ വന്നിട്ട് സാധനം മേടിക്കുക. വേറെ എടുത്തത് മേടിക്കാൻ നിൽക്കണ്ട. ഇവിടെ അത്യാവശ്യം അടിപൊളി സാധനങ്ങളെല്ലാം ഉണ്ട്. ഈ അസർബൈജാൻ്റെ ട്രഡീഷണൽ ഐറ്റംസ് ഒരുപാടുണ്ട്. നമ്മളൊന്നും മേടിച്ചില്ല, നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് പോയെന്നേ ഉള്ളൂ. ഓൾഡ് സിറ്റിയുടെ അകത്തൂടെ പോകുന്നൊരു വഴിയാട്ടോ ഇത്. ഇതിനകത്ത് നിറയെ പൂച്ചകളും ഒക്കെ ഉണ്ട്, ലോട്ട്സ് ഓഫ് കേറ്റ്സ്. പക്ഷെ നല്ല ഭയങ്കര രസമാട്ടോ, വെരി ക്യൂട്ട്. പൂച്ചകൾ, ലോട്ട്സ് ഓഫ് പൂച്ചകൾ. ഓൾഡ് സിറ്റിയൊക്കെ കുറച്ച് കറങ്ങി, പിന്നെ അതിനകത്ത് ഫുള്ളൊന്നും കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. നമ്മൾ വഴിതെറ്റി നമ്മൾ പുറത്തേക്ക്. എന്നാലും രസമുണ്ട്, അതുകൊണ്ട് നമ്മൾ വലിയ കുഴപ്പമില്ല. ഇവിടെ ചെന്നാലും നല്ല ക്ലൈമറ്റാണ്. അതെ, നല്ല വലിയ മടുപ്പിക്കണ ഇതൊന്നുമില്ല. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ബോറടിച്ചില്ല. ഒന്നും ഭംഗിയില്ലാത്ത ഒന്നുമില്ല ഇവിടെ, എല്ലാം ഭംഗിയുള്ളതാണ്. അതെ, ആർക്കിടെക്ചർ, അങ്ങനത്തെ കൺസ്ട്രക്ഷൻസ്, അങ്ങനത്തെ അതൊക്കെയാണ്. പുള്ളിക്കാരൻ നമ്മളെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചൊന്ന് പോകണം. ഇതിന് കുറേ എൻട്രൻസ് ഉണ്ട് ഈ ഓൾഡ് സിറ്റിക്ക്. കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങളത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് എത്തുന്നു. നമ്മൾ ഓൾഡ് ബാക്കു സിറ്റിയൊക്കെ കണ്ട് ഞങ്ങൾ പോവുകയാണ്, ഇറങ്ങുകയാണ്. ഇനി ഇങ്ങോട്ടൊരു വരവുണ്ടാവില്ല. ബൈ. കാർപ്പൻ മ്യൂസിയത്തിനടുത്ത് വരുന്നത് ഇതാണെങ്കിൽ ഇവിടെ 5 മണ്ണത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബോട്ടിൽ കയറിപ്പോൾ സുഖമായിട്ട് രസമാണ്. ഈ കാണുന്നതാണ് കാർപ്പറ്റ് മ്യൂസിയം. അതിവിടെ നോക്കിയാൽ മനസ്സിലാവും. ആക്ച്വലി ഒരു കാർപ്പറ്റ് എടുത്ത് ഫോൾഡ് ചെയ്ത് വെച്ച പോലത്തെ ഒരു ബിൽഡിംഗ് ആണ് ആക്ച്വലി. ഞങ്ങളിത് ലിറ്റിൽ വെനീസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അസർബൈജാനിലെ ലിറ്റിൽ വെനീസ് എന്നറിയപ്പെടുന്ന ഈ കുഞ്ഞി
സംഭവം. ഇതൊക്കെ ടൂറിസ്റ്റ് റെഡിയാക്കി ഇരിക്കുന്ന കേട്ടോ. അതെ, 5 മന്നത്ത് പെർ പേഴ്സൺ. നമ്മൾ ആദ്യം ഒന്ന് മടിച്ചു കയറണമെന്ന്. സംഭവം കൊള്ളാം കേട്ടോ. ഇവിടെ വരെ വരുന്ന സ്ഥിതിക്ക് ഇതിൽ കയറാണ്ട് പോണ്ട. കൊള്ളാം. എങ്ങനെയാ? അടിപൊളി. എനിക്ക് നീന്താനാ തോന്നുന്നുണ്ട്. മൈ ഗോഡ്, ആളുകൾ കുടുക്കിക്കൊണ്ടിരിക്കുക. എന്റെ മുന്നോട്ട് ഇവിടെ സീനാട്ടോ. ലാസ്റ്റ് ഡിന്നർ ഇൻ അസർബൈജാൻ. കൊള്ളാല്ലേ, നല്ല ആംബിയൻസ് അല്ലേ. ഇവിടെ മെനു തകർത്ത് നോക്കാട്ടോ. വല്ലതും ഓർഡർ ചെയ്താൽ കൊല്ലും ഞാൻ. ഇതിന്റെ കഴിക്കേണ്ടതായ രീതികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് കുക്കുംബർ വെച്ചെന്തോ പിടി പിടിക്കാണ്ട് കുക്കുംബർ വെച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത്. ഷീപ്പല്ലേ, ഷീപ്പിനകത്ത് ആ ജെൽ ഇതൊക്കെ ഉണ്ടല്ലോ. മട്ടൺ സൂപ്പർ ഷീപ്പ് ലിവർ, ചിക്കൻ. അങ്ങനെ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ ഡാനിഷ് മോളിൻ്റെ അടുത്തുള്ള പുറത്തുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ആക്ച്വലി രാത്രിയാണ് നമ്മുടെ ഈ അസർബൈജാൻ ബാക്കു സിറ്റി കാണാൻ ഒരുപാട് ഭംഗി. ഇവിടുത്തെ ലൈറ്റ് വർക്കും അവരങ്ങനെയാണ് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയും കൂടെ ഇവിടെ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല. എന്തായാലും ഈ രാജ്യം നല്ല രസമാണ്. ടൂറിസ്റ്റുകളെ ഒരുപാട് രീതിയിൽ വെൽക്കം ചെയ്ത് നമ്മളെ ഒരുപാട് രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ഈ രാജ്യത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും അസർബൈജാൻ ഞങ്ങൾക്കൊരു നല്ലൊരു ഓർമ്മ തന്നെയാണ്. ഇനിയിപ്പോൾ രാത്രിയാണ് നമ്മുടെ ഫ്ലൈറ്റ്. സോ ഇനിയിപ്പോൾ അടുത്ത് ഇവിടെ നിന്ന് വണ്ടി പിടിച്ച് പോകണം. നമ്മളിപ്പം അവിടേക്ക് പോകുന്ന വഴിയിലാണ്. ഈ വഴിയിലോട്ട് പോകുമ്പോൾ തന്നെ സൈഡിലുള്ള ഓരോ ബിൽഡിങ്സിലും അവർ ചെയ്തിരിക്കുന്ന ലൈറ്റ് വർക്കുകൾ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. എന്തായാലും കഴിഞ്ഞു. അസർബൈജാൻ ട്രിപ്പിൻ്റെ ഡേ 3യും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി രാത്രി ഇവിടുത്തെ ഫ്ലൈറ്റ് കയറി നമ്മൾ ബാക്ക് ടു UAE. വീണ്ടും നാളെ മുതൽ ജോലിക്ക് പോകണം. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് വീണ്ടും ഒരു ക്ഷീണം. ആക്ച്വലി ഇത് നമ്മളുടെ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. യാത്രകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല എന്ന് ആരോ പറഞ്ഞ പോലെ ഈ യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അടുത്ത യാത്ര എവിടേക്കാണ് എന്നുള്ള ഡിസ്കഷൻ നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ യാത്ര തുടരുന്നത്. എന്തായാലും അടുത്ത യാത്ര എന്തായാലും ഇതുപോലെ തന്നെ നമുക്കൊരു വ്ലോഗ് പോലെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്ത യാത്രയുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.